സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുത്ത് ഖനന മേഖല പൂർണ്ണമായും കേന്ദ്രത്തിന്റെ വരുതിയിലാക്കുന്ന ഖനന നിയന്ത്രണ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ട് 2 ദിവസമായെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും മെസ്സിക്കും അർജന്റീനയ്ക്കും പിന്നാലെയാണ്. ഈ ബിൽ എത്രത്തോളം അപകടകാരിയാണെന്നത് സംസ്ഥാനം ഉടൻ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ ആഴക്കടൽ തീരഖനന സാധ്യതകൾ ഉൾപ്പെടെയുള്ളവ സ്വകാര്യ കമ്പനികൾക്ക് കൈയടയ്ക്കാൻ വഴിയൊരുക്കുന്നതാണ് ഈ പുതിയ നിയമഭേദഗതി എന്ന ശക്തമായ ആശങ്കയാണ് ഇതിനോടകം ഉയർന്നിരിക്കുന്നത്. ഖനനം സംബന്ധിച്ച ഏതു തീരുമാനവും പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലാക്കാൻ തക്കവണ്ണം പരുവപ്പെടുത്തിയത് കൂടിയാണ് ഈ ബിൽ. ധാതു സമ്പുഷ്ടമായ കേരള തീരം തന്നെ ആയിരിക്കും കോർപ്പറേറ്റ് ഭീമന്മാർ ലക്ഷ്യമിടുക എന്ന് ഉറപ്പാണ്. രാജ്യത്തെ ധാതുഖനന മേഖലയിൽ സംസ്ഥാനങ്ങൾക്കുള്ള നിയന്ത്രണം പൂർണ്ണമായി എടുത്തു കളയാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ലൈസൻസ് വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതും ധാതുഖനന ഭൂമിയുടെ നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാകുകയും ചെയ്യുന്ന വിധത്തിലാണ് ഖനിധാതു വിപുലീകരിക്കുന്ന നിയന്ത്രണ ഭേദഗതി ബിൽ. നിലവിൽ ധാതുഖനി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ നിയന്ത്രണം സംസ്ഥാനങ്ങൾക്കാണ്. ലീസ് തുകയും നികുതിയും അടക്കം ലഭിക്കുന്നതും സംസ്ഥാനങ്ങൾക്ക് തന്നെ. ബിൽ നിയമമായാൽ ഇത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാവും. ഇതുവഴി സ്വകാര്യ കമ്പനികൾക്കും വിദേശ കമ്പനികൾക്കും ഖനനാനുമതി നൽകാൻ കേന്ദ്രത്തിന് സാധിക്കും. കരിമണൽ ഉൾപ്പെടെ വൻതോതിൽ ധാതു സമ്പത്തുള്ള കേരളത്തിന് നിയമം തിരിച്ചടിയാണെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കേരള തീരത്തിന്റെ അധികാരം കേന്ദ്രം കവരുമോ? കവരുമെന്ന് തന്നെയാണ് ഉത്തരം. സംസ്ഥാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ ഖനനാനുമതിക്ക് അധിക നികുതിയോ സെസ്സോ ഈടാക്കുന്നതിൽ കർശന നിയന്ത്രണം വന്നാൽ പിന്നീട് വിദേശ കുത്തകകൾ അടക്കം കേരളത്തിന്റെ തീരത്ത് സർവാധിപത്യം പുലർത്തും. ആഴക്കടൽ ധാതുഖനനത്തിനായി പാട്ടക്കാലാവധി നീട്ടി നൽകുന്നതടക്കം സ്വകാര്യ ഖനന കമ്പനികൾക്ക് വലിയ ഇളവുകളാണ് ബിൽ നൽകുന്നത്. ഖനി ധാതു വികസനവും ക്രമീകരണവും ഭേദഗതി ബില്ലിലെ വ്യവസ്ഥ പ്രകാരം കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിധേയമായ ധാതുക്കൾക്കുമേൽ നികുതിയോ സെസ്സോ ചുമത്താനാകൂ. സംസ്ഥാനങ്ങൾ ധാതു സമ്പന്നമായ ഭൂമിക്കുമേൽ നികുതി ഈടാക്കുന്നത് നിക്ഷേപാന്തരീക്ഷത്തെ ബാധിക്കുന്നുവെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ഖനന മാഫിയയെ തൃപ്തിപ്പെടുത്താനോ പുതിയ നീക്കം MMDR നിയമത്തിൽ പുതിയ 90 വകുപ്പ് ഉൾപ്പെടുത്തുന്നതാണ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വകുപ്പ് പ്രകാരം കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും അനുസൃതമായി മാത്രമേ അധിക നികുതിയോ ചുമതലയോ ഏർപ്പെടുത്താൻ കഴിയൂവെന്നും ബില്ല് വ്യക്തമാക്കുന്നു. ഭേദഗതി നിയമം നിലവിൽ വരുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാർ ഈടാക്കിയതോ അല്ലെങ്കിൽ ഈടാക്കാൻ ബാക്കിയുണ്ടായിരുന്നതോ ആയ ഇത്തരം നികുതികളും സെസ്സുകളും അസാധുവാകും. ഇതുവരെ പിടിച്ചെടുക്കാത്ത നികുതി കുടിശ്ശികകൾ റദ്ദാക്കും. അതേസമയം സംസ്ഥാന സർക്കാരുകൾ പിരിച്ചെടുത്ത തുക തിരിച്ചു നൽകേണ്ടെന്നും ബില്ലിലുണ്ട്. ലീഥിയം, ഗ്രാഫൈറ്റ്, നിക്കൽ, കോബാൾട്ട്, സ്വർണം, വെള്ളി തുടങ്ങിയ നിർണായക ധാതുക്കളുടെ ഖനനത്തിനായി പ്രത്യേക ഇൻസെന്റീവുകൾ, ഒന്നിലധികം ധാതുക്കളുടെ ഖനനത്തിന് ഒറ്റ ഖനനപ്പാട്ടം, സ്വന്തം ഖനന ഭൂമിയിൽ നിന്ന് ഉടമയുടെ ആവശ്യാനുസരണം ഖനനം നടത്തുന്നതിനുള്ള പരിധി ഒഴിവാക്കൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ദേശീയ ധാതു പരിവേഷണ ട്രസ്റ്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനൊപ്പം ഓൺലൈൻ വ്യാപാരത്തിനായി ധാതുക്കളുടെ നിയന്ത്രിത പരസ്പര കൈമാറ്റവും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനുമുള്ള പരിഷ്കാരങ്ങളും ബില്ലിലുണ്ട്. ഖനനം സ്വകാര്യ കമ്പനികൾക്ക് കൈയടക്കാനാവും വിധം ഇളവുകളും അധികാരങ്ങളും നൽകുന്ന ബില്ല് ഖനനം നടത്തുന്ന കമ്പനികളെ സഹായിക്കുന്നതിനാകും കാരണമാകുക എന്ന വിമർശനം ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു. കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള കുറുക്ക് വഴിയാണ് ഈ നിയമ ഭേദഗതിയെന്ന് NK പ്രേമചന്ദ്രൻ MP ലോക്സഭയിൽ തുറന്നടിച്ചിട്ടുണ്ട്. ഫെഡറൽ വ്യവസ്ഥിതിക്കെതിരായ കനത്ത വെല്ലുവിളിയാണിതെന്നും ധാതുക്കളുടെ കലവറയായ കേരളത്തിലെ ചവറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കേന്ദ്രത്തിന്റെ അധികാരം സ്ഥാപിക്കാൻ ഈ നിയമം വഴിയൊരുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അതേസമയം ഖനന രംഗത്തെ കുത്തകകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ബില്ല് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ബിൽ ഖനന രംഗത്തെ ഭീമന്മാരെ കൂടുതൽ സഹായിക്കാനാകുമെന്നതാണ് വ്യക്തമാക്കുന്നത്. കുത്തകകൾക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാക്കാത്ത വിധം സ്വതന്ത്രമായി ഖനനം തുടരാനുള്ള വഴി കൂടിയാണ് പുതിയ ബില്ല് തുറന്നു നൽകുക. അതോടൊപ്പം ധാതു വിഭവങ്ങളുടെ ഭൂമിയിലും നികുതികളിലും കേന്ദ്ര സർക്കാരിന്റെ അധികാരം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ധാതുക്കൾക്കും ധാതു സമ്പുഷ്ടമായ ഭൂമിക്കും സ്വതന്ത്രമായി നികുതി ചുമത്താനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശം സുപ്രീം കോടതി ശരിവെച്ചതിന് 2 വർഷത്തിലേറെ കഴിഞ്ഞാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ധാതുക്കൾക്ക് കേന്ദ്ര സർക്കാരിന് നൽകുന്ന റോയാലിറ്റി നികുതിയല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അന്നത്തെ സുപ്രീം കോടതി വിധി സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ നികുതി അധികാരം കവർന്നെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച
ഈ വിധി കേരളം ഉൾപ്പെടെയുള്ള ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങൾക്ക് തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ കൂടുതൽ നിയന്ത്രണം ലഭിക്കാനാകും. ഖനന മേഖലയിൽ നിന്ന് അർഹമായ അധിക വരുമാനം കണ്ടെത്താനും വലിയ ഊർജ്ജമാണ് നൽകിയത്. ഈ വിധിയുടെ പിൻബലത്തിലാണ് സംസ്ഥാന സർക്കാരുകൾ ഖനന മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികളിലും നികുതി നയങ്ങളിലും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഇടപെട്ടത്. ഇപ്പോഴത്തെ ബില്ലിന് പിന്നിലും US ലോബിയുടെ പങ്കുണ്ടെന്ന ആരോപണവും ശക്തമാണ്. സൂക്ഷ്മധാതുക്കളുടെ ഖനനവും സംസ്കരണവും IT അനന്തര ലോകത്ത് സാങ്കേതിക വികസന രംഗങ്ങളിൽ ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ളതായി മാറിയിരിക്കുകയാണ്. ഇതിനായി പുതിയ ശാക്തി കച്ചേരികളും യുദ്ധങ്ങളും വരെ നടക്കുന്നതിനിടയിൽ വൻ ലോബികൾ പ്രവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ നേതൃത്വത്തിൽ രൂപീകരിച്ച മിനറൽ സെക്യൂരിറ്റി പാർട്ണർഷിപ്പ് എന്ന സഖ്യത്തിൽ ഇന്ത്യയും പങ്കാളിയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏറ്റവും അധികം ക്ഷാമവും വെല്ലുവിളിയും നേരിടുന്നത് സൂക്ഷ്മധാതുക്കളുടെ ലഭ്യതയിലും വിതരണത്തിലുമാണ്. ലോക വിപണി കീഴടക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ, സെമി കണ്ടക്ടറുകൾ, സോളാർ പാനലുകൾ, പ്രതിരോധ സാങ്കേതിക വിദ്യകൾ എന്നിവയിലെല്ലാം ഇപ്പോൾ തുടരുന്ന ആശ്രിതത്വം വളരെ വലുതാണ്. അതിനാൽ തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ധാതുക്കൾ കവർന്നെടുക്കുക എന്നത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള വഴി. അതിനാണ് ഇപ്പോൾ കേന്ദ്രം കൂട്ടുനിൽക്കുന്നത്. നീണ്ടകര തൊട്ട് തൃക്കുന്നപ്പുഴ വരെയുള്ള തീരദേശമാണ് രാജ്യത്തെ കരിമണൽ നിക്ഷേപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. മോണോസൈറ്റ് അടങ്ങിയ മണൽ ഖനനം ചെയ്യാനും സംസ്കരിക്കാനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL-നും കേരള സർക്കാരിന്റെ KMML-നും മാത്രമാണ് നിയമപരമായ അവകാശമുള്ളത്. അപൂർവ ഭൂമിധാതുക്കളുടെ ഖനനം, സംസ്കരണം, ഗവേഷണം, നിർമ്മാണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഡെഡിക്കേറ്റഡ് റെയർ എർത്ത് ഇടനാഴി പദ്ധതിയിൽ കേരളവും ഉൾപ്പെട്ടിരുന്നു. കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായ ഈ പദ്ധതി നടപ്പാക്കുന്നത് കോൾ ഇന്ത്യ ലിമിറ്റഡ്, KMML, കെൽട്രോൺ, ടൈറ്റാനിയം, NFTDC എന്നിവരടങ്ങുന്ന കൺസോർഷ്യമാണ്. VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റിൽ സതേൺ എക്കണോമിക് കോറിഡോർ വഴി സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിരുന്നു. ആണവോർജ ഉൽപാദനത്തിനും പ്രതിരോധ മേഖലയ്ക്കും അത്യന്താപേക്ഷിതമായ തോറിയം അടങ്ങിയ മോണോസൈറ്റ് മണൽ ഖനന മേഖലയിലേക്ക് അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്ക് സുഗമമായ പാതയൊരുക്കാനുള്ള വഴിയാണ് ഭേദഗതിയിലൂടെ കേന്ദ്രം ഉറപ്പിക്കുന്നതെന്നാണ് വിമർശനം. പുതിയ നിയമ ഭേദഗതി ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ മറികടന്ന് സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങൾ കവരുന്നത് മാത്രമല്ല, വൻ പാരിസ്ഥിതിക നാശവും പ്രാദേശിക ജനവിഭാഗങ്ങളുടെ ജീവിതാവകാശ ലംഘനവും ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ തീരത്തെ അമൂല്യമായ ധാതുസമ്പത്ത് ഇനി സ്വകാര്യ കുത്തകകളുടെ കയ്യിൽ അമരുന്നത് നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തുകയാണ്.